ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ മലയാളി നെസസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം എൻ്റെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വാച്ച് അവർ കൂടി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി ഞാൻ പറഞ്ഞോളുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. കുറേ പേരൊക്കെ എന്നോട് ചോദിച്ച ഒരു സംശയമാണ്. പക്ഷേ ഞാൻ യൂറോപ്യൻ കൺട്രീസിലോ അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലോ അങ്ങനെയൊന്നും പോയി വർക്ക് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരോട് ചോദിച്ചിട്ട് പിന്നെ എൻ്റെ ഗൾഫിലെ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു 99% അവരുടെ ഇതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ടും പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പറയുന്നത് ഗൾഫ് കൺട്രീസും അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസും ഓസ്ട്രേലിയ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ കുറേ ക്രൈറ്റീരിയാസ് ഞാനിവിടെ പറയുന്നുണ്ട്. സാലറിയുടെ കാര്യം, എക്സ്പെൻസിൻ്റെ കാര്യം, അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ ടൈമിൻ്റെ കാര്യം, എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യം, ഫ്രീഡത്തിൻ്റെ കാര്യം, അതേപോലെ നമുക്ക് ഡ്യൂട്ടി അവേഴ്സിൻ്റെ കാര്യം, അതുപോലെ കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാലറിയുടെ കാര്യമായിരിക്കും. കാരണം ഗൾഫ് കൺട്രീസിൽ ഇത്ര സാലറി ഉള്ളൂ, എന്നാലും യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുമ്പോൾ സാലറി കൂടുതലായിരിക്കും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഗൾഫ് കൺട്രീസിൽ ഞാൻ പറയാം, ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൗദിയിലെ സാലറി വെച്ചിട്ട് ഞാൻ പറയാം. UAE സാലറിയും കൂടെ ചേർത്തിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സൗദി ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു മിനിസ്ട്രി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 4500 to 6000 അല്ലെങ്കിൽ 7000 സൗദി റിയാൽ വെച്ചിട്ട് കിട്ടും. നമ്മുടെ നാട്ടിലെ ഒരു 1 lakh തൊട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ 1,20,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. എക്സ്പീരിയൻസ് അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന MOHലാണെങ്കിൽ എക്സ്പീരിയൻസ് അനുസരിച്ചാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് നേരിയതായിട്ട് കുറവുകൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 1 lakh ആയിരിക്കും. 1,20,000, 1,50,000 അങ്ങനെയൊക്കെ വരും. എന്നാൽ UAEയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും 1,30,000 അങ്ങനെയൊക്കെ ആയിരിക്കും സാലറി റേഞ്ച് നമുക്ക് വരുന്നത്. ഒരു സാധാരണ ഒരു BSc നഴ്സിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ UK യൂറോപ്യൻ കൺട്രീസിലേക്ക് ചെല്ലുമ്പോഴത്തേനും സാലറിയിൽ 2.5 lakh to 3 lakh 4 lakh ഒക്കെ വരും. അപ്പോൾ പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് അവിടുത്തെ സാലറി 2.2 to 2.5 lakh ആണെങ്കിൽ പോലും നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് സാലറി കിട്ടുന്നതിൽ നിന്ന് ടാക്സ് കാര്യങ്ങൾ എല്ലാം അതിനകത്തുനിന്ന് പോകും. നാം സാലറിയുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് ഓസ്ട്രേലിയയിൽ നമുക്ക് 3.5 to 4 lakh അത്രയൊക്കെ കിട്ടും. 3.5 lakhs ടു മാക്സിമം ഒരു 4.5 lakhs വരെ കിട്ടും. അവിടെ പ്രൊമോഷനും നമ്മുടെ ഇയർലി എക്സ്പീരിയൻസ് അനുസരിച്ചും ഒക്കെ സാലറിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾക്കിപ്പോൾ ഇത്രയും സാലറി ഉണ്ട് UK പോലത്തെ കൺട്രീസിൽ, അതേപോലെ തന്നെ ഓസ്ട്രേലിയ ഇത്രയും സാലറി ഉണ്ടെങ്കിലും നമ്മൾക്ക് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പെൻസിൻ്റെ കാര്യമാണ്. എക്സ്പെൻസ് എന്ന് പറയുന്നത് സൗദി പോലുള്ള കൺട്രീസിൽ നമുക്ക് എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. എന്നാൽ ഈ ഒരു ഇടയായിട്ട് ഇപ്പോൾ കൂടി ഓരോ വർഷം കൂടുന്നതോറും എല്ലായിടത്തും എക്സ്പെൻസുകളും കാര്യങ്ങളും ഒക്കെ കൂടി വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾക്കിപ്പോൾ ഒരു 4,500 റിയാൽ അല്ലെങ്കിൽ 1,20,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂം റെൻറ്റ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം പോയിട്ട് നമുക്ക് ഒരു മാസം നമുക്കൊരു 1 lakh ഒക്കെ കയ്യിൽ നിൽക്കും. എന്നാൽ UK പോലുള്ള കൺട്രീസിൽ നമുക്ക് എത്ര സാലറി കിട്ടുന്നോ അതിൻ്റെ പകുതി തന്നെ അവിടെ തന്നെ നമുക്ക് ചിലവാകും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ കപ്പിൾസായിട്ട് പോകുന്ന ആണെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനും വൈഫിനും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളുടെ സാലറി ഫുള്ള് നമുക്ക് അവിടെ ഇത് ചെയ്യേണ്ടി വരും. എന്നാൽ ഒരാളുടെ സാലറി നമുക്ക് സേവിങ്സ് ആയിട്ട് ഇതാക്കാനും പറ്റും. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സാലറി കിട്ടുന്നോ അതിൻ്റെ പകുതി സാലറി നമ്മളവിടെ എക്സ്പെൻസ് ആയിട്ട് പോകും. അതേപോലെ തന്നെ അവിടെ വാട്ടർ ബില്ലുകൾ, ഇലക്ട്രിസിറ്റി ബില്ലുകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൂടുതലായിരിക്കും. പിന്നെ മന്ത്ലി നമ്മൾ അവിടെ വേറെ റെൻ്റ് എടുത്ത് താമസിക്കുന്ന ഒരാളാണെന്ന് വേറെ
ഹോസ്പിറ്റൽ അക്കോമഡേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് UK, അയർലൻഡ് അതേപോലെ നമ്മുടെ ഓസ്ട്രേലിയ പോലത്തുള്ള കൺട്രീസിൽ നമുക്ക് അവൈലബിൾ അല്ല. ആദ്യത്തെ 2 മാസം മാത്രമേ അത് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ സിംഗിളായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഷെയർഡ് അക്കോമഡേഷൻസ് ഒക്കെ എടുക്കാം. എന്നാൽ നമ്മൾ മാരീഡ് ആണ്, ഫാമിലി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനും എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സാലറി എന്ന് പറയുന്നത് 1,50,000 അല്ലെങ്കിൽ 1,00,000 അത്രയൊക്കെയുള്ളൂ വരുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അവിടെ കൂടുതലായതുകൊണ്ട് അതിനും നമ്മൾ ഫാമിലീസായിട്ടാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അത് ചിലവാകും. എന്നാൽ ഗൾഫ് കൺട്രീസിൽ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ പോലും അതിനൊക്കെ വളരെ കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സൗദി പോലുള്ള കൺട്രീസിൽ ഫ്രീഡം വളരെ കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ പണ്ടത്തെ ഇത് അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് എവിടെ വേണേലും പോകാം, നമുക്ക് എവിടെ വേണേലും ഇറങ്ങി നടക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ പർദ്ദ അങ്ങനത്തെ ഒന്നും വിയർ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഡ്രസ് കോഡ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ യൂറോപ്യൻ കൺട്രീസിൽ, ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രീഡം ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ നമുക്ക് ഫ്രീഡം ഉണ്ട്. പക്ഷേ സൗദി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു റെസ്ട്രിക്റ്റഡ് ഒരു ഇതായിട്ടുള്ള കൺട്രിയാണ്. അപ്പം അവർക്ക് അവരുടേതായ മത ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് ചില ഏരിയാസിലൊക്കെ പോകാനൊക്കെയുള്ള നമ്മളെ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പോകാവുള്ളൂ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഇവിടെ ഫ്രീഡം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, നന്നായിട്ട് ഫ്രീഡം ഉണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ ഇന്ന റെസ്ട്രിക്റ്റഡ് ഏരിയാസിലേക്ക് മാത്രം ഇന്ന റോഡ് വഴി പോകരുത്, അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും ഈ UK, അയർലൻഡ് അതേപോലെ നമ്മുടെ ഓസ്ട്രേലിയ പോലത്തെയുള്ള സൗകര്യങ്ങളോ ഫ്രീഡംസോ ഇവിടെ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ഒരു നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വരുന്ന ഒരാൾക്കാണെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് കൂടുതലായിട്ടൊന്നും വെളിയിൽ ഇറങ്ങേണ്ട കാര്യമില്ല. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാം, കൂട്ടുകാർ കൂടി പോകാം, അത് കഴിഞ്ഞിട്ട് റൂമിൽ വരിക, പിന്നെ ജോലിക്ക് പോകാം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ ഇവിടെയുള്ളൂ. എന്നാൽ ഞാൻ പറയുന്ന ഓസ്ട്രേലിയ പോലത്തുള്ള കൺട്രീസിൽ ഫാമിലീസായിട്ട് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഫ്രീഡംസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വിസയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൾഫ് കൺട്രീസിൽ ഫാമിലി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലും കുറച്ച് കാര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ അവർ PR അതുപോലത്തെ കാര്യങ്ങളൊന്നും നൽകത്തില്ല. എന്നാൽ ഓസ്ട്രേലിയ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്ക് PR എടുത്ത് നമുക്ക് അവിടുത്തെ ഒരു സിറ്റിസൺ ആയിട്ട് ഒരു 5 വർഷം PRൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പ് നമുക്ക് കിട്ടും. അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ തന്നെ താമസിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. എന്നാൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇച്ചിരി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന കൺട്രീസ് ആയിരിക്കും ഗൾഫ് കൺട്രീസ്. കാരണം നമുക്ക് കുറച്ച് നാൾ നിന്ന് സമ്പാദിച്ചിട്ട് തിരിച്ചു പോകാൻ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൺട്രി എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസിലായിരിക്കും. അതിൽ ദുബായ് എന്ന് പറയുന്നിടത്തൊക്കെ ഫ്രീഡവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, അവിടെ എൻ്റർടൈൻമെൻറ്റ് കൂടുതലാണ്. എന്നാൽ സൗദി എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾക്ക് എൻ്റർടൈൻമെൻറ്റ് കുറവാണ്, അതിലുപരി നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു ഇത് ഏറ്റവും കൂടുതലുള്ളത് സൗദി പോലുള്ള കൺട്രിയിലാണ്. പിന്നെ നമുക്ക് വരുന്നത് ടാക്സിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്ര സമ്പാദിക്കുന്നോ അത്രയും രൂപ, 1 രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് നാട്ടിലേക്ക് അയക്കാവുന്നതാണ്. എന്നാൽ യൂറോപ്യൻ കൺട്രീസിലായാലും ഓസ്ട്രേലിയയിലായാലും ഒരു ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു ടാക്സ് നമ്മൾ അവിടെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സാലറി കിട്ടുന്നത് നാട്ടിലേക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ടാക്സിൻ്റെ കാര്യം വരുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞത് ക്ലൈമറ്റിൻ്റെ കാര്യം. ക്ലൈമറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് സൗദിയിൽ പല സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പക്ഷേ തായിഫ് പോലുള്ള ഏരിയയിൽ, അബഹ, തായിഫ് അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമുക്ക് എപ്പോഴും ക്ലൈമറ്റ് നല്ല ഫേവറബിൾ ക്ലൈമറ്റ് ആയിരിക്കും. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. എന്നാൽ UK വരുമ്പോഴത്തേനും എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞതനുസരിച്ച് UK ക്ലൈമറ്റ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഭയങ്കര തണുപ്പായിരിക്കും. കുറച്ച് മാസങ്ങളിൽ ഏതാണ്ടേ ഉള്ളൂ അവിടെ ചൂടെന്ന് പറയാനും ഇല്ല, ചൂട് അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ അവിടെ എപ്പോഴും ഭൂരിഭാഗം സമയങ്ങളിലും അവിടെ ഭയങ്കര തണുപ്പും മഞ്ഞുവീഴ്ചയും ആയിരിക്കും.
എന്നാൽ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയ വലിയൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെ പല ഏരിയാസിലും പല സമയത്തും പല ക്ലൈമറ്റുകളായിരിക്കും. ചിലയിടത്ത് ചൂടായിരിക്കും, ചിലയിടത്ത് തണുപ്പായിരിക്കും, ചിലയിടത്ത് ചാറ്റൽ മഴ പോലത്തെ ഇതായിരിക്കും, അങ്ങനെയുള്ള. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അതുപോലത്തെയുള്ള ക്ലൈമറ്റുകൾ കാണുന്നത് നമ്മുടെ യൂറോപ്യൻ കൺട്രീസ്, ഓസ്ട്രേലിയ അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. എന്നാൽ ദുബായ് ഒക്കെ പോലെയുള്ള ഗൾഫ് കൺട്രീസിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് കെട്ടിടങ്ങളും കാര്യങ്ങളും അതേപോലത്തെയൊക്കെയുള്ള ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ക്ലൈമറ്റ് നോക്കുമ്പോഴത്തേനും ചൂടായിരിക്കും. പക്ഷേ ചില മാസങ്ങളിൽ നമ്മൾക്ക് ചില ഏരിയാസിൽ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ അടുത്തത് നമുക്ക് പറയുന്നത് കിഡ്സ് സ്റ്റഡീസ്, നമ്മുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചാണ്. നമുക്കിവിടെ സൗദിയിലായാലും ഗൾഫ് കൺട്രീസിൽ എവിടെയായാലും നമുക്ക് കുട്ടികൾക്കുള്ള പഠനം എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സ്കൂളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ള അലവൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. എന്നാൽ യൂറോപ്യൻ കൺട്രീസ്, ഓസ്ട്രേലിയ ഒക്കെ വരുമ്പോഴത്തേനും യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് കിഡ്സിൻ്റെ പഠനം എന്ന് പറയുന്നത് എല്ലാം ഒരു നമ്മൾ ഏതെടുത്താലും അവിടെ എല്ലാം ഫ്രീ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും, സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതായിരിക്കും വരുന്നത്. എന്നാൽ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ പ്രൈവറ്റ് സ്കൂളുകളുണ്ട്, പബ്ലിക് സ്കൂളുകളുണ്ട്. ഈ പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിൽ നമുക്ക് പൈസയോ കാര്യങ്ങളോ ഒക്കെ ഇതാക്കേണ്ടി വരും. അങ്ങനെ പബ്ലിക് സ്കൂളുകളാണെങ്കിൽ നമ്മൾക്ക് പൈസ ഒന്നും അടയ്ക്കേണ്ടി വരത്തില്ല. അതുപോലെയാണ്. എന്നാൽ ഗൾഫ് കൺട്രീസിലേക്ക് കിഡ്സിൻ്റെ എഡ്യൂക്കേഷൻ അങ്ങനെ നമുക്ക് പ്രിഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറയുന്നത്. ഡ്യൂട്ടി അവേഴ്സ് മെയിനായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഗൾഫ് കൺട്രീസിൽ MOH-MOD വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഒരു ആഴ്ചയിലൊരു 48 hours ആയിരിക്കും വരുന്നത്. അതിൽ 12 hours ഡ്യൂട്ടിയുള്ള ഹോസ്പിറ്റലും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് 8 hours ഡ്യൂട്ടിയുള്ള ഹോസ്പിറ്റലുകളുണ്ട്. 8 hours ഡ്യൂട്ടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആഴ്ചയിൽ 6 ദിവസം ഡ്യൂട്ടി, 1 ദിവസം ഓഫാണ് കിട്ടുന്നത്. എന്നാൽ 12 hours ഡ്യൂട്ടിയാണ് നമ്മൾ എടുക്കുന്നത്, ആഴ്ചയിൽ നമ്മൾക്ക് 4 ഡ്യൂട്ടിയും 3 ഓഫും നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ നല്ല ഒരു ഇതാണ് കേട്ടോ. അതേപോലെ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ 4 ദിവസം 12 hour ഡ്യൂട്ടിയാണ്. അവിടെ 38 hours ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരാഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം 3 ദിവസം ഡ്യൂട്ടി, 4 ദിവസം ഓഫ് അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. UK ചെല്ലുമ്പോഴത്തേനും നമുക്ക് പറയുന്നത് എത്രയാണ് 37.5 ആണ് നമുക്ക് അവേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് 1 week 3 day ഡ്യൂട്ടി, 4 day ഓഫ് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഓഫുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതാണ് ഡ്യൂട്ടി അവേഴ്സിനെ കുറിച്ച് പറയുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വരുവാണെങ്കിൽ, സേഫ്റ്റി പറയുമ്പോഴത്തേനും നമുക്കറിയാം ഗൾഫ് കൺട്രീസിൽ നമുക്ക് സേഫ്റ്റി വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് സൗദി പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾക്ക് പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അവിടെ സേഫ്റ്റി അവർ ഇത് ചെയ്യുന്നുണ്ട്. കാരണം ഏത് ഒരു പെൺകുട്ടിയും ഏത് പാതിരാത്രിക്കും വെളിയിൽ കൂടെ ഇറങ്ങി നടക്കാൻ ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ പെൺകുട്ടികൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന, സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാജ്യമാണ് സൗദി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗൾഫ് കൺട്രീസിലെല്ലാം നമുക്ക് സേഫ്റ്റിയാണ്. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇതായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് സെക്യൂരിറ്റി സേഫ്റ്റി വളരെയധികം കൂടുതലാണ്. നമുക്കിപ്പോൾ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് സെക്യൂർ ആണ്. നമ്മുടെ ജോബ് ആണെങ്കിലാകട്ടെ, അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഒരു ഇതായിക്കോട്ടെ, എന്തിലും നമുക്കിവിടെ സെക്യൂർ ആണ്. എന്നാൽ UK, ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഉണ്ട് എങ്കിൽ പോലും അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ നമുക്ക് ചില ഇതുകളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, ഫ്രീഡം കൂടുതലാകുമ്പോൾ സെക്യൂരിറ്റി നമുക്ക് കുറയും. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. ഇനി ഇൻഷുറൻസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മിലിറ്ററി, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ പേയ്മെൻറ്റ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും വന്നിട്ടുണ്ട് വിസിറ്റിംഗ് വിസയിലോ അങ്ങനെയെങ്കിലും ഡിപ്പെൻഡൻറ്റ് വിസയിലോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റിനും നമ്മൾക്കും ഫ്രീ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമുക്കിവിടെ നൽകുന്നത്. എക്സെപ്റ്റ് എനിക്ക് തോന്നുന്നത് ഡെൻ്റൽ
ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി, എമർജൻസി അല്ലാത്ത എന്ത് ട്രീറ്റ്മെൻറ്റിനും ഇവിടെ പൈസ കൊടുക്കും. എന്നാലും ഒട്ടുമിക്ക ഇതിലും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റായി. നമുക്കൊരു MRI സ്കാൻ ചെയ്യണം, നമുക്കൊരു CT സ്കാൻ ചെയ്യണം, ഒന്നും ഒരു മുടക്കവുമില്ല. നമുക്ക് ഒരു വലിയൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഒരു കുഴപ്പവുമില്ല. നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അവർ ചെയ്യുന്നത്. ലേബർ ആൻഡ് ഡെലിവറി അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്കിവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാലും മറ്റുള്ള രാജ്യങ്ങളിലായാലും യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലാണെങ്കിലും നമ്മൾക്ക് യൂറോപ്യൻ കൺട്രീസിൽ അവർ ഫ്രീ ട്രീറ്റ്മെൻറ്റ്, നമ്മളൊരു പ്ലാനോ എന്തോ ഒരു ഇൻഷുറൻസ് ഇതൊക്കെ എടുക്കണം. അപ്പോഴത്തേനും അങ്ങനെ എടുക്കുമ്പോഴത്തേനും നമ്മൾക്ക് ഫുള്ള് ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റൽ വകയായിരിക്കും, മിനിസ്ട്രി വകയായിരിക്കും, അങ്ങനെയായിരിക്കും. എന്നാൽ ഓസ്ട്രേലിയയിൽ നമ്മൾ അങ്ങനത്തെ പ്ലാൻ എടുത്ത് കഴിയുമ്പോൾ 75% നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് അലവൻസ് കിട്ടും. ബാക്കി 25% ആണ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടേണ്ട പൈസ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് വരുന്നത് 6 months ഒക്കെ നമുക്ക് മെറ്റേണിറ്റി ലീവുകൾ കിട്ടും. എന്നാൽ UK പോലുള്ള കൺട്രീസിൽ നമുക്ക് 1 year വരെ കിട്ടും. എന്നാൽ ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിൽ നമുക്ക് 14 weeks അങ്ങനെ മറ്റാണ് മെറ്റേണിറ്റി ലീവ്സ് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് സാലറിയിൽ നിന്ന് അവർ കട്ട് ചെയ്യും. അങ്ങനെയാണ്, ഇത്രയാണ് നമുക്ക് സൗദി, അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസ്, സൗദി ഞാൻ പറയുന്നില്ല, ഗൾഫ് കൺട്രീസും നമ്മുടെ യൂറോപ്യൻ കൺട്രീസും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഈ ഓരോ കാറ്റഗറിയിലെയും വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, UK, അയർലൻഡൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഗൾഫ് എക്സ്പീരിയൻസ് പറയുന്നത് എൻ്റേത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയും തുടർന്ന് മുടങ്ങാതെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇത് കുറേ പേര് എന്നോട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചേച്ചി ഏത് കൺട്രിയിൽ പോകുന്നതാണ് നല്ലതെന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നമ്മൾ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൾഫ് കൺട്രീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഗൾഫ് കൺട്രീസിൽ പോകാനുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഓസ്ട്രേലിയനെ അപേക്ഷിച്ച് നോക്കിയാൽ. അതുപോലെ തന്നെ നമുക്ക് IELTS, OET അതുപോലത്തെ കാര്യങ്ങളൊക്കെ എക്സാംസൊക്കെ എഴുതിയിട്ട് 1, 2, 3 വട്ടം എഴുതാനുള്ള നമുക്കുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇതായിട്ടുള്ളത് നമ്മൾ ഗൾഫ് കൺട്രീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം പ്രോമെട്രിക് എക്സാമിന് അധികം പൈസ ചിലവുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതേപോലെ നമുക്ക് എഴുതി കിട്ടാനും എളുപ്പമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ എഴുതി ഇവിടെ വന്ന് ജോലി ചെയ്ത് ഒരു 5 വർഷമൊക്കെ ജോലി ചെയ്ത് അതിനുശേഷം നമുക്കൊരു ഫിനാൻഷ്യലി നമ്മൾക്ക് തന്നെ അതിന് എക്സാമിന് മുടക്കാൻ, IELTSനും OETക്കൊക്കെ മുടക്കാനായിട്ട് പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കടങ്ങളും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയി നമ്മൾ ഫിനാൻഷ്യലി ഒരു സെറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ യൂറോപ്യൻ കൺട്രീസിലേക്കോ ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിലേക്കോ മൈഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾ ഫാമിലി ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഗൾഫ് കൺട്രീസ് ചൂസ് ചെയ്യരുത്. നമ്മൾ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. കാരണം ഫാമിലി ആയിട്ട് നിൽക്കാനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ യൂറോപ്യൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിലായിരിക്കും. എന്നാൽ ഇവിടെയും ഫാമിലീസായിട്ട് നിൽക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഗൾഫ് കൺട്രീസ് ചൂസ് ചെയ്യണം. കാരണം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓരോ പേഴ്സൺ അനുസരിച്ച് നമുക്ക് അവരുടെ അഭിപ്രായങ്ങളും മാറും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അധിക കാലമൊന്നും നമുക്ക് നാട് വിട്ടിട്ട് നിൽക്കാൻ പറ്റത്തില്ല, വീട്ടുകാരെ വിട്ടിട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന്, പക്ഷേ നമുക്ക് പൈസയും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഗൾഫ് കൺട്രീസിലും. അതും നമുക്ക് ഒത്തിരി നാൾ നിൽക്കണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് സൗദി ആയിരിക്കും ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട്. അതും മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സാലറി കിട്ടും. അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് പോരുമ്പോഴേക്കും നമുക്കൊരു ഫൈനൽ സെറ്റിൽമെൻറ്റ് പോലത്തെ പൈസയും കിട്ടും. അപ്പോൾ ഈ എൻഡ് ഓഫ് സർവീസ് ഇതുണ്ട്, ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഇത് കിട്ടും. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നതായിരിക്കും. അപ്പോഴത്തേനും സർവീസ് അവാർഡ് പോലത്തെ നമുക്ക് അവാർഡുകളും പൈസകളും ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.